രാജ്യത്തെ എന്നല്ല ലോകത്തെ ആകെ ഞെട്ടിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ വെച്ച് ഉച്ചയ്ക്കുണ്ടായ ആകാശ ദുരന്തം. 230 യാത്രക്കാരും 12 ജീവനക്കാരും ഉൾപ്പെടെ 242 പേരും ദുരന്തത്തിന് ഇരയായി എന്നാണ് ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകളെങ്കിലും ഒരാൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ വിമാനം വാൽകുത്തി വീണ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളിൽ 5 പേരും ദുരന്തത്തിനിരയായിട്ടുണ്ട്. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും അപകടത്തിൽപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. അപകടത്തിൽ ഒരു മലയാളിയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. 53 ബ്രിട്ടീഷ് പൗരന്മാരുൾപ്പെടെ 71 വിദേശ പൗരന്മാരുണ്ടായിരുന്നു. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് 625 അടി ഉയരത്തിലെത്തി. പിന്നീട് ഉയരാനുള്ള പ്രവർത്തനം നിലച്ച് വിമാനം താഴേക്ക് പതിക്കുകയായിരുന്നു. ഈ വിമാനത്തിന്റെ വാൽഭാഗം ചെന്ന് ഹോസ്റ്റൽ കെട്ടിടത്തിലാണ് ഇടിച്ചിറങ്ങിയത്. ആ ഹോസ്റ്റലിൽ ഉച്ചഭക്ഷണം കഴിക്കാൻ തയ്യാറെടുക്കുകയായിരുന്ന വിദ്യാർത്ഥികളുടെ മുകളിലേക്ക് ഈ വിമാനം വന്ന് ഇടിച്ച് അതിൻ്റെ ബിൽഡിംഗ് തകർന്ന് കോൺക്രീറ്റ് പാളികൾ ഈ വിദ്യാർത്ഥികളുടെ ദേഹത്തേക്ക് വീണാണ് അവർക്ക് അത്യാഹിതം സംഭവിച്ചിട്ടുള്ളത്. തിരുവല്ല പുല്ലാട് സ്വദേശിയായ രഞ്ജിത എന്ന നഴ്സാണ് അപകടത്തിൽപ്പെട്ട മലയാളി. പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയായിരുന്ന രഞ്ജിത ലോങ് ലീവ് എടുത്ത് ആദ്യം മസ്കറ്റിലും പിന്നീട് ലണ്ടനിലും ജോലി ചെയ്തു വരികയായിരുന്നു. അവധിക്ക് നാട്ടിൽ വന്ന ശേഷം ബുധനാഴ്ച തിരിച്ച് ചെന്നൈ വഴി അഹമ്മദാബാദിലേക്ക് പോയി അവിടുന്ന് ലണ്ടനിലേക്കുള്ള യാത്ര വഴിയാണ് ഈ അത്യാഹിതം സംഭവിച്ചിട്ടുള്ളത്. ജോലിയിൽ പ്രവേശിക്കാനുള്ള ആ യാത്ര അന്ത്യയാത്രയായി മാറുകയായിരുന്നു. 169 ഇന്ത്യക്കാരാണ് ദുരന്തത്തിൽ മരിച്ചത്. മരിച്ചവരെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. ദുരന്തത്തെക്കുറിച്ച് ഹൃദയഭേദകമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ലോകരാഷ്ട്രങ്ങളാകെ ഇന്ത്യയുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും വേണ്ട സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അഹമ്മദാബാദ് ഇതിനു മുമ്പ് മറ്റൊരു വിമാനാപകടത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. 37 വർഷം മുമ്പ് 1988-ൽ ഇന്ത്യൻ എയർലൈൻസിന്റെ ബോയിങ് വിമാനം മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പറന്ന് ലാൻഡിങ്ങിന് ശ്രമിക്കവേ തകർന്നു വീഴുകയായിരുന്നു. അന്ന് 133 യാത്രക്കാരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. 2 പേരൊഴികെ എല്ലാവരും മരിച്ചു. വിമാനാപകടങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ സംഭവിക്കാറുണ്ട്. എന്നാൽ ഈ വിമാനാപകടം വ്യത്യസ്തമാകുന്നത് ഇത് ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കകം ഒരു വിമാനം ബാഹ്യ ശക്തികൾ അല്ലെങ്കിൽ ബാഹ്യ പ്രേരണകൾ ഒന്നും ഇല്ലാതെ തകർന്നു വീണു എന്നുള്ളതാണ്. കാരണം ഇത് ഒരു ഡൊമസ്റ്റിക് എയർലൈൻസ് അല്ല. ദീർഘദൂരം ഓടുന്ന ലണ്ടൻ പോലെ ഇത്രയും ദൂരത്ത് പോകുന്ന 10 മണിക്കൂർ തുടർച്ചയായി സഞ്ചരിക്കേണ്ട ഒരു വിമാനമാണ്. അങ്ങനെ ഒരു വിമാനം ഏറ്റവും ഹൈ ക്വാളിറ്റി വിമാനമാണ് സാധാരണ ചൂസ് ചെയ്യാറുള്ളത്. മാത്രമല്ല എല്ലാ സുരക്ഷാ പരിശോധനയും ക്ലിയറൻസ് എല്ലാം കിട്ടണം. സാങ്കേതിക കാര്യങ്ങൾക്കൊന്നും യാതൊരു തകരാറുമില്ല എന്ന് ബോധ്യപ്പെടണം. എഞ്ചിനെല്ലാം പ്രവർത്തനക്ഷമമാണെന്ന് മനസ്സിലാകണം. ഇതിനു ശേഷം മാത്രമേ ഒരു വിമാനം പറക്കാനായിട്ട് അനുമതി ലഭിക്കാറുള്ളൂ. എന്നിട്ട് ഇവിടെ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത് അമ്പരപ്പുളവാകുന്ന കാര്യം തന്നെയാണ്. ബോയിങ് വിമാന കമ്പനി 2011 പുറത്തിറക്കിയ ഡ്രീം ലൈനർ സീരീസിലുള്ള 1100 വിമാനങ്ങൾ ലോകമെമ്പാടും സർവീസ് നടത്തുന്നുണ്ട്. എയർ ഇന്ത്യയുടെ കീഴിലാണെങ്കിൽ ഇത്തരത്തിലുള്ള 30 വിമാനങ്ങളുണ്ട്. ഇന്നേ വരെ ഒരിക്കൽ പോലും ഗുരുതരമായ ഒരു പ്രശ്നവും ഈ വിമാനത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ചെറിയ സാങ്കേതിക തകരാറോ അങ്ങനെയുള്ള ചെറിയ കുഴപ്പങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഒരു അപകടവും ഇന്നേ വരെ വരുത്തി വെച്ചിട്ടില്ല. ഒരു ജീവഹാനിയും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഇതിന്റെ അടിസ്ഥാന നിർമ്മാണത്തിലെ പിഴവാണ് എന്ന് നമുക്ക് ഒരിക്കലും അനുമാനിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വ്യോമയാന മേഖലയും സുരക്ഷാ ഏജൻസികൾ, വിമാനവുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ഏജൻസികളും ഈ വിമാന കമ്പനിയും എല്ലാം വളരെ വ്യക്തമായുള്ളൊരു അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല വിമാന കമ്പനി ഇപ്പോഴത്തെ എയർ ഇന്ത്യയുടെ ഓണറായ ടാറ്റ ഗ്രൂപ്പ് 1 കോടി വീതം ഓരോരുത്തർക്കും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വളരെ മാതൃകാപരമായ ഒരു തീരുമാനമാണ്. ഇതുപോലുള്ള മാതൃകാപരമായ തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ എന്ത് വിമാനാപകടം ഉണ്ടായാലും വ്യോമയാന മേഖലയുടെ അന്വേഷണമൊക്കെ പതിവാണ്. തുടർ നടപടികളും സ്വീകരിക്കുക സ്വാഭാവികമാണ്. പക്ഷേ 1.5 പതിറ്റാണ്ടോളമായി ലോകത്തെമ്പാടും സർവീസ് നടത്തുന്ന ഒരു വിമാന കമ്പനിയുടെ ഒരു വിമാനം, അത് ഇന്നേ വരെ ഒരു കുഴപ്പവും വരുത്തിയിട്ടില്ലാത്ത ഒരു വിമാനം ഒരു മഹാദുരന്തത്തിൽ കലാശിച്ചത് എങ്ങനെ എന്നുള്ളതിന് ഒരു സമഗ്രമായ അന്വേഷണം വേണം. അതിൽ ഒരു കാലതാമസവും പാടില്ല. ഈ ഫ്ലൈറ്റിന് ക്ലിയറൻസ് കൊടുക്കുന്നതിന് മുമ്പുള്ള പരിശോധനകളിൽ ഏതെങ്കിലും ജീവനക്കാർക്ക് എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടോ എന്ന് സമഗ്രമായി തന്നെ അന്വേഷിക്കണം. മനുഷ്യർക്ക് തടയാൻ പറ്റുന്നതല്ല എല്ലാ ദുരന്തങ്ങളും. എന്നാൽ നമ്മുടെ ഉദാസീനത കൊണ്ട് ഒരു ദുരന്തവും സംഭവിച്ചുകൂടാ. അഹമ്മദാബാദ് വ്യോമയാന ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ ഓരോരുത്തരുടെയും കുടുംബാംഗങ്ങളുടെയൊക്കെ ദുഃഖം നമ്മുടെ ഓരോരുത്തരുടെയും ദുഃഖം തന്നെയാണ്. ഇതിനിടയ്ക്ക് ചിലരൊക്കെ പറയുന്നത് കേട്ടു, ഒരാളെ രക്ഷിച്ച ദൈവത്തിന് നന്ദിയെന്ന്. അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, അപ്പോൾ ബാക്കി 241 പേരെ കൊന്ന ദൈവത്തിന് എന്താണ് ചെയ്യേണ്ടത്?